ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ എൻ്റെ ന്യൂ അപ്ലോഡ്സ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ക്രേപ്പ് കേക്കാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പാണ്. നിങ്ങൾക്ക് മൈദ എടുത്താൽ മതി കേട്ടോ. 1 കപ്പ് മൈദ എടുത്താൽ മതി. ഞാൻ 1 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുവിധം പൊടിഞ്ഞിട്ടുള്ളൂ. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ മൈദയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി, പാലിലേക്ക് അലിയിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എന്നാലും ശരിക്കും അടിഞ്ഞിട്ടില്ല. അപ്പോൾ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതുകൊണ്ട് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇത് ഇളക്കി വരാൻ. അതുകൊണ്ട് നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി 1 മുട്ട അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ 1 മുട്ട ഇടണുള്ളൂ. ഇത് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് 1 മുട്ട ഇട്ടാലും മതി. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ലെങ്കിൽ ഈ മുട്ട അങ്ങനെ തന്നെ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ അടിച്ചുകൊണ്ട് വന്ന ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാനാണ്. ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കണതാണ് നല്ലത്. അപ്പോൾ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നന്നായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. പാൻ നല്ല ചൂടായിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനിയൊന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയമുണ്ട്, ഇതായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അടച്ചു വെച്ച് ഉണ്ടാക്കണതുകൊണ്ട് 2 സൈഡും വെന്തിട്ടുണ്ടാവും. മറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഉടനെ തന്നെ അതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഒരു സൈഡ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും പാലറ്റ് നൈഫും ഒക്കെ ഒന്ന് 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തുടച്ചെടുക്കുന്നത്. ഇനി കുറച്ച് ഐസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഈ ബൗളിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. അതൊന്ന് അടിച്ചു കൊടുക്കാം. നല്ല സ്റ്റിഫ് ആവണ വരെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 15 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ബോർഡിലേക്ക് ആദ്യത്തെ പാൻ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലെയർ എടുത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം. അതിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കാം. വീണ്ടും ഹേർഷീസിൻ്റെ സിറപ്പ് വെച്ച് കൊടുക്കാം. ഇത് എല്ലാത്തിലും ചെയ്തെടുക്കാം. 10 എണ്ണം ആവണ വരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. സൈഡിലും എല്ലായിടത്തും ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ടി വെച്ച് കൊടുക്കാം. ആ സമയം നമുക്ക് കുറച്ച് അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കാൻ വെക്കാം. പിന്നെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരം വിപ്പിംഗ് ക്രീം തന്നെ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ.
ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് അല്ല കേട്ടോ ഇടണത്, മറ്റേ മിൽക്ക് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കണത്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ഈ ഗനാഷിനൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയാണ്. അതായത് ഒരു തിളക്കം കിട്ടും ഈ ബട്ടർ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ. ഇനി ഇത് മെൽറ്റ് ആവണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിതിലേക്ക് കുറച്ചും കൂടി ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതൽ തിക്കായ പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ക്രീം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനല്ല നമുക്ക് കേക്ക് പൊതിയാനായിട്ട് ഫുൾ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആറി വരുമ്പോൾ, എന്ന് വെച്ചാൽ അധികം ആറാൻ പാടില്ല, എന്നാൽ ഒന്ന് ആറുക വേണം. അങ്ങനത്തെ അവസ്ഥയിൽ ഇത് നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. കൂടുതൽ ആറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി പോകും, അതാണ് പ്രോബ്ലം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ തന്നെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്രീ ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല. ഇപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലും എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ. സൈഡിലാക്കുമ്പോൾ നമ്മൾ സ്പാച്ചുല കൊണ്ട് തൊടുമ്പോൾ അത് പോരും. അതേസമയം നന്നായിട്ട് ഒഴുകി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങ് നല്ല ക്ലീനായിട്ട് വരും. ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ഹെർഷീസിൻ്റെ ക്രീമാണ്, മീൻസ് സിറപ്പാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. ചോക്ലേറ്റ് സിറപ്പ് കേട്ടോ, ഒരു ഡിസൈൻ വേണ്ടി മാത്രം കൊടുത്താണ്. ഇനി നമ്മളിതിലേക്ക് ഒരു ചോക്കോ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം 2 മുറിച്ചിട്ടാണ് വെച്ച് കൊടുക്കണം. ഒരു ഡിസൈൻ വേണ്ടി മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയും കൂടി വെച്ച് കൊടുക്കാം. 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.